ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയൽ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ നവ്യയും നയനയും തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ് അല്ലേ. അതായത് നയന ചെന്ന് പറയുന്നുണ്ട്, നീ നിൻ്റെ അപ്പച്ചിയോടൊപ്പം നീ അധികം നിൽക്കരുത്, കാര്യം അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല, അവരെ സപ്പോർട്ട് ചെയ്യണ്ട. അതുപോലെ അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ അതനുസരിച്ച് ചേച്ചി നിൽക്കണമെന്ന് നമ്മുടെ നയന നവ്യയുടെ അടുത്ത് പറയണം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ അനാമികയുടെ ഒപ്പം നിൽക്കണ്ട എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷേ എൻ്റെ അമ്മായിയമ്മയോടൊപ്പം അപ്പച്ചിയോടൊപ്പം നിൽക്കണ്ട എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ ആദർശിൻ്റെ മാറ്റർ എടുത്തിടുകയും അതിനെ സംബന്ധിച്ച് അത് വഴിയെ മനസ്സിലാവുമെന്ന് നവ്യയുടെ അടുത്ത് പറയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടു നിർത്തിയത് അല്ലേ. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ എന്നെന്ന് വെച്ചാൽ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്നും നമ്മുടെ അനാമികേനെ അടിച്ചിറക്കിയ ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് അനാമിക സ്റ്റെബിയെ കാണാൻ വരും, അവളുടെ കാമുകനെ കാണാൻ വരികയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അറിഞ്ഞല്ലോ എനിക്ക് അനന്തപുരി തറവാട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ഇത്രയും നാൾ എനിക്കൊരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നത് മെയിൻ അവിടുത്തെ കാർന്നൂരും കാർന്നൂത്തി, അതായത് മൂർത്തിയും വൈഫും മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു. അപ്പോൾ അവർ തന്നെ എന്നെ ഇറക്കി വിട്ടു. അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അപ്പോൾ സ്റ്റെബി വിചാരിക്കും, അപ്പോൾ നീ അവിടുത്തെ സ്വത്തൊക്കെ കണ്ട് നിന്നേയല്ല അനാമിക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കാം. അതിനൊക്കെ വഴിയുണ്ട്, ഇനി എന്തായാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അതിന് ഇനിയൊരു തടസ്സവുമില്ല. അപ്പോൾ അവൻ പറയും, നീയും അവനും തമ്മിൽ ഡൈവേഴ്സൊന്നും ആയിട്ടില്ലല്ലോ, അതൊക്കെ ഇനി ഞാൻ ഡൈവേഴ്സ് കൊടുക്കാത്തില്ല, ഇനി ഒരു മ്യൂച്വൽ ഡൈവേഴ്സിനാണ്, അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് കരുക്കൾ നീക്കാനുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും എന്താണ്. അപ്പോൾ പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ ചന്തുമോളുടെ കേസ് ആദർശിൻ്റെയും, അത് ഞാൻ കുത്തിപ്പൊക്കി അത് കൊണ്ടുവരികയും അത് അനന്തപുരി തറവാടിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഞാനത് സോഷ്യൽ മീഡിയകൾ വഴി ഞാനത് പുറത്തു കൊണ്ടുവരും എന്നുള്ളത് പറയാണ്. അപ്പം നമ്മുടെ സ്റ്റെബി പറയുന്നുണ്ട്, അവർ ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ, അവർക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളും സമൂഹത്തുണ്ട്, നോക്കിയും കണ്ട് വേണം നീ കളിക്കാനെന്ന് പറയും. എന്ത് നോക്കിയും കണ്ട് കളിച്ചിരുന്നാലും ശരി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെന്തായാലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്തായാലും അവർ തയ്യാറാവും. അപ്പോൾ ഡൈവേഴ്സും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ ഞാനൊരു കോമ്പൻസേഷൻ ആവശ്യപ്പെടും, 10 കോടി രൂപ. ഇത് കേട്ട് അവൻ ഞെട്ടാണ്, 10 കോടിയോ? 10 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ ഡൈവേഴ്സ് ഞാനും കൊടുക്കും, ഇല്ലെങ്കിൽ നാണം കെട്ട് കുത്തുവാളെടുക്കണം വരെ ഞാൻ നാറ്റിക്കുമെന്ന് തന്നെ അനാമിക പറയുന്നുണ്ട്. കാര്യം രണ്ടും കൽപ്പിച്ചാണ്, കാരണം അവിടെ നിന്ന് ഇറങ്ങേണ്ടിയും വന്നു, ഇനി മുതലും കിട്ടിയില്ലെങ്കിൽ ആകെ ഇതല്ലേ. അപ്പോൾ ഡൈവേഴ്സ് വേണമെങ്കിൽ എന്തായാലും ആ ഒരു രീതിയിൽ എടുക്കണം. അപ്പോൾ സ്റ്റെബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെന്തായാലും ഇനി ഇത്രയും രൂപയൊക്കെ ഒപ്പിക്കും. അപ്പോൾ അവൻ വെറുതെ അവളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, എനിക്ക് പണവും സ്വത്തൊന്നും അല്ല അനാമിക വലുത്, എനിക്ക് നീ തന്നെയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്റ്റെബി നിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവാണ്. പിന്നെ നേരെ കാണിക്കുന്നത് ആരാണ്, നമ്മുടെ അബിയും ജലജയാണ്. അവിടെ തകർത്ത് പിടിച്ചങ്ങോട്ട് ആലോചനയാണ്. അതായത് അബി എന്തായാലും അനാമികേനെ നന്നായിട്ട് കുത്തിപ്പൊക്കി വിട്ടിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ മാധ്യമങ്ങളുടെയൊക്കെ നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുത്ത് ഈ കേസ് പൊക്കിക്കൊണ്ട് വരണമെന്നും അബി അതിന് കൂടുതലായിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും അനാമികയ്ക്ക് ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞ് അബി നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ്. അതുമാത്രമല്ല ജലജ പറയുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടുവരണം, നന്ദുവിനെ ഒരു കാരണവശാലും ഇവിടെ കൊണ്ടുവരരുത്. കാര്യം പണ്ട് നമുക്കൊരു കേസ്, സ്വർണ്ണക്കടത്തിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന വലിയ തലവേദനയാവും അമ്മ. അതുകൊണ്ട് ഒരു കാരണവശാലും അനാമികേനെ കൊണ്ടുവന്നാലും നന്ദുവിനെ ഇനി ഇവിടെ കൊണ്ടുവരുന്ന പരിപാടിയായി ചിന്തിക്കുകയേ വേണ്ട. അതിന് എത്ര സപ്പോർട്ട് അനാമികയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് നമ്മുടെ അബി അമ്മയോട് പറയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ വളരെ പ്ലാൻ ചെയ്തിട്ട് നേരെ ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദു ഇതുവരെ മെസ്സേജൊന്നും അയച്ചില്ലല്ലോ, എന്തായിരിക്കും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നന്ദു ആലോചിച്ചിരിക്കുകയാണ്. അവിടെ അനിയും അവിടെ ആലോചിക്കുകയാണ്, എന്തായിരിക്കും അവളെ ഒന്ന് വിളിക്കുക കൂടി ചെയ്യുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അനിക്കറിയാം കാര്യം വേറൊന്നുമല്ല, എന്താണ് പെണ്ണുങ്ങളുടെ മനസ്സ് അങ്ങനെയാണല്ലോ, അവർ പെട്ടെന്നൊന്നും അങ്ങനെ പിടി തരില്ല. എന്തായാലും വരട്ടെ എന്തായാലും എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇവിടെ ഇരുന്ന് രണ്ട് വീട്ടിലും ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നന്ദുവിന് അനിയുടെ ഒരു മെസ്സേജെങ്കിലും കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നന്ദൂട്ടിക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ അബിയും ജലജയും കൂടെ ജാനകിയുടെ റൂമിലോട്ട് പോവാണ്. അടുത്ത ജാനകീനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിപ്പൊക്കി ഇളക്കി എടുക്കണമല്ലോ. എന്നിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ അമ്മായി എന്തായി, അബിയുടെ ഫോൺ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഇവിടെ ഉണ്ട്. ചുമ്മാ അല്ല അവിടെ ഇരുന്ന് ഞെരുപിരി കൊള്ളണേന്ന് അബി
അബി പറയാം. എന്നിട്ട് പറയും അമ്മായി എന്തായി കാര്യങ്ങളൊക്കെ, എങ്ങനെയാണെങ്കിലും നമുക്ക് അനാമികയെ എന്നെ ഇവിടെ കൊണ്ടുവരണം, അതിന് എന്ത് സപ്പോർട്ടാണെങ്കിലും ഞങ്ങളുണ്ടാവുമെന്ന് ജലജയും നമ്മുടെ അബിയും പറയുകയാണ്. എന്നിട്ട് പറയണ ഒരു കാര്യം ചെയ്തേ അമ്മായി, ഈ അനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം തിരിച്ച് അവളും അതുപോലെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയാം. അപ്പോൾ ഫോൺ ഇങ്ങനെ തരാമോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ജാനകി എടുത്ത് ഫോൺ അബിയുടെ കയ്യിലേൽപ്പിക്കും, അനിയുടെ ഫോണ്. എൻ്റെ ലോക്ക് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ജാനകി പറഞ്ഞു കൊടുക്കുമ്പോൾ അബി അത് ഓപ്പൺ ചെയ്യുന്നിട്ട് ചുമ്മാ നന്ദുവിന് ഒരു മെസ്സേജ് ഇടും, നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം തന്നെ ആ മെസ്സേജ് നന്ദു കാണുകയും എന്നിട്ട് പറയും, ഈ ഒരു മെസ്സേജ് എങ്കിലും നീ അയച്ചല്ലോ അനി, ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അബി അവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും പറയുന്നുണ്ട്, ആരുടെ അടുത്ത്, ജലജയുടെ അടുത്തും ജാനകിയുടെ അടുത്തും. ഇപ്പം കണ്ടു അവളിപ്പോൾ തന്നെ മെസ്സേജ് അയക്കും. അപ്പോൾ തന്നെ ജലജ പറയണ, എവിടെ ഇതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ മെസ്സേജും കൊണ്ട് നീ കനകയുടെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തും പോയിട്ട് 4 വർത്തമാനം അങ്ങോട്ട് പറഞ്ഞോണം. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുള്ള രീതിയിൽ നല്ല വർത്തമാനം പറയണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. പക്ഷേ നന്ദു ആരാ മോള്, ഇനി അബിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി മെസ്സേജ് ഇട്ടാൽ അബിയുടെ അമ്മ ഒന്നാമത് ഫോൺ കയ്യിലാന്ന് പറയുന്നുണ്ട്, പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്തായാലും തൽക്കാലം മെസ്സേജ് അയക്കേണ്ട നമ്മൾ തീരുമാനിച്ചു. അത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു വഴിക്ക് ഒരു കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് നന്നായി. കാരണം വെച്ചാൽ അബിയുടെയും ജലജയുടെയും ജാനകിയുടെയും കൈ അടുത്തല്ലേ ഫോൺ ഇരിക്കുന്നത്, അതുകൊണ്ട് അവൾ മെസ്സേജ് ഒന്നും ഇട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ജലജയും അബിയും ആ ജാനകിയെ നന്നായിട്ട് കുത്തി ഇളക്കി പൊക്കി എടുക്കുന്നുണ്ട്. ഈ അബിയുടെ ആദർശിൻ്റെ കേസ് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് അനാമികയുടെ അമ്മയാണ്. അവർ അമ്മ റൂമിൽ ഇരിക്കുമ്പോൾ അനാമിക ചെല്ലുന്ന, അമ്മേ നമ്മൾ നാളെ കാത്തിരുന്ന രംഗം നാളെ രാവിലെയാണ്. അതായത് അവർ ഇൻ്റർവ്യൂ ചെയ്ത് കൊടുക്കും എല്ലാം കൂടെ ചേർത്ത് അനന്തപുരി തറവാട്ടിനെ എത്രത്തോളം നാറ്റിക്കാൻ പറ്റുമോ ആ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച രംഗങ്ങളും ആക്ടറും ഒക്കെ നാളെയാണ് ടി വിയിൽ വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അനന്തപുരിക്കാർ ഓർക്കണം, ഇന്ന് ഈ ഒരു സുപ്രഭാതം വേണ്ടിയില്ല എന്നുള്ള ചിന്ത അവരിൽ വരണം എന്ന് അനാമിക അമ്മയോട് പറയാണ്. അമ്മ കണ്ടോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമെന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ അബി അനാമികേനെ വിളിക്കുന്നുണ്ട്. അതായത് നാളെ വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പോൾ അബി പറയുന്നുണ്ട്, ചാനലുകളിൽ വരുന്നതിന് മുന്നേ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ആൾക്കാരാണ് ഈ അനന്തപുരിക്കകത്തുള്ളത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അബിയായിട്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട, കാര്യം ഞാൻ അനന്തപുരിക്കാരുമായിട്ട് അധികം അവർക്ക് പിടുത്തം കിട്ടാതെ, അതായത് അവരുമായിട്ട് അനന്തപുരിക്കാരെ കയ്യിൽ വീഴാത്ത ആൾക്കാരുടെ ചാനലുകളിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നാളെ മാധ്യമങ്ങളിൽ വരും എന്ന് അനാമിക അബിയോട് പറയുന്നുണ്ട്. എന്തായാലും എന്നെ അവർ പുറത്താക്കിയ അബിയേട്ടാ, ഇനി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും, തൊടിയും തുന്നലും വെച്ച് അവർ വേണ്ടുന്ന രീതിക്ക് നാളത്തെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ അബി പറയുന്നുണ്ട്, മോളെ നീ പേടിക്കേണ്ട, നിനക്കൊപ്പം ഞാൻ എന്ത് സപ്പോർട്ടിനും നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് അബിയുടെ ഒരു സപ്പോർട്ട് അനാമികയ്ക്ക് കൊടുക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ഒരു കാരണവശാലും നീ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പിന്നിൽ ഞാൻ ഉണ്ട് എന്നുള്ളത് നീ ഒരിക്കലും ആരോടും പറയരുത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല അബിയേട്ടാ, ഞാൻ ആരെടുത്തും പറയില്ല എന്ന് നമ്മൾ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന സുപ്രഭാതം അനന്തപുരി തറവാട്ടിനെ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നേരെ കാണിക്കുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജലജയും അബിയും കൂടെ വലിയ ഡിസ്കഷനിലാണ്. അതായത് ഈ അനാമിക എന്ന് പറയുന്നത് ഒരു വിഷപ്പാമ്പാണ്, അതുപോലെ അവളുടെ അച്ഛൻ വീണു, അയാൾ എത്രത്തോളം തരികിട ചെയ്യാൻ പറ്റുമോ അത്രയും തരികിട പരിപാടിക്ക് പോകുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാമികയെ മുൻനിർത്തി നമുക്ക് ഈ അനന്തപുരി തറവാട്ടിനെതിരെ മാക്സിമം കളിക്കണം. ഒരു കാരണവശാലും ഈ നന്ദു ഇവിടെ വരരുത്, നയനേനെക്കാട്ടിലും വിഷപ്പാമ്പാണ് നന്ദു, എനിക്കൊരു പേടിയേ അമ്മയേ ഉള്ളൂ എന്ന് അബി ജലജയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മളൊരു മൂർത്തീസ് ജ്വല്ലറി വഴി നമ്മളൊരു കള്ളക്കടത്ത് സ്വർണം വിറ്റില്ലേ, അത് ഇനി എങ്ങനെ നന്ദു കുത്തിപ്പൊക്കി കൊണ്ടുവരുമോ, കാരണം അതിനുള്ള പവറും കഴിവും ബുദ്ധിയും അവൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജലജയും നമ്മുടെ അബിയും പറയുന്നുണ്ട്, ഈ നന്ദു അനന്തപുരി തറവാട്ടിൽ കാല് കുത്താനേ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്.
പിറ്റേന്ന് രാവിലെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണി നമ്മുടെ കിരണിനെ വിളിക്കുന്നതാണ്. അപ്പോൾ അതിൽ പെട്ട ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, പെട്ടെന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, മറ്റേ അനന്തപുരി തറവാടിനെ കുറിച്ചുള്ള ന്യൂസാണ് വന്നിരിക്കുന്നത്. അവൻ അപ്പം തന്നെ നമ്മുടെ ആദർശിൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ നയന കുളിച്ച് വരുമ്പോൾ ആ കോൾ എടുത്തിട്ട് രണ്ടുപേരും അപ്പോൾ ആദർശം എഴുന്നേൽക്കുന്നുണ്ട്. നീ ആ ഫോണിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ ഇതാണ് ന്യൂസ്. അപ്പോൾ തന്നെ എന്നിട്ട് അത് അവർ കണ്ടിട്ട് ഫോൺ വയ്ക്കുമ്പോൾ നയനയും ആദർശം സംസാരിക്കുന്നുണ്ട്. ഇത് ആരായിരിക്കും ഇനി, നമ്മുടെ അബിയാണോ? അബി ആയിരിക്കില്ല, കാരണം അബി ഡയറക്റ്റ് ഇതിലേക്ക് ഇറങ്ങില്ല. അതല്ലെങ്കിൽ മിക്കവാറും ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ട വിഷപ്പാമ്പുണ്ടല്ലോ അനാമിക, അവളായിരിക്കും. പക്ഷെ അവളും ഒറ്റയ്ക്ക് നിൽക്കില്ല, അതിൻ്റെ പിന്നിൽ അബിയുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. ആദർശും നയനയും തമ്മിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്തായാലും അനന്തപുരി തറവാട്ടിനെ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകളാണ് വരുന്നത്. അവരത് കണ്ട് ഷോക്ക്ഡായിട്ട് നയനയും ആദർശവും നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി എപ്പിസോഡുകളായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.